ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഷെറാ വ്ളോഗ്സ്. അപ്പം ഞാനും ഡോക്ടറും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് തമിഴ്നാട് തിരുമല നായകർ പാലസ്. യെസ്, അത് തന്നെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഡോക്ടർ വന്നിട്ടുണ്ട്. യെസ്, ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്തതാണ്. ഞാൻ വരുമ്പോഴേ പറഞ്ഞു നിങ്ങൾ ഞെട്ടും. അതെ അതെ. അപ്പൊ നമ്മൾ വിചാരിച്ചു തമിഴ്നാട് ഇത്രയും നല്ലൊരു സ്പോട്ട് കാണുക എന്ന് തോന്നുന്നു അല്ലേ? അതെ, നമ്മുടെ താജ്മഹലിന്റെ ഒരു 144p അല്ലേ? അല്ലേ? അതെ അതെ. ഇവിടെ പില്ലേഴ്സ് ഒക്കെ അതുപോലെ തന്നെയാണ്. നിങ്ങള് ഗ്ലാഡിയേറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രീക്ക് ഇറ്റാലിയൻ സ്റ്റൈലൊക്കെ വരുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും. നമുക്ക് ഞങ്ങളുടെ ബാക്കിൽ കാണാം ഹ്യൂജ് പില്ലേഴ്സ്. 5 പേര് വട്ടം കറങ്ങി നിന്നാൽ പോലും എത്താൻ പറ്റാത്ത വലുപ്പമുള്ള പില്ലേഴ്സ് ആണ് ഇവിടെ. എക്സ്പെക്ട് ചെയ്തതിനപ്പുറം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ ഡോക്ടറെ? യെസ്. ഇവിടെ വരുമ്പോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഫ്രെയിംസ് ആണുള്ളത്. അമ്മമാരിതാ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്? പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഡിസ്പ്ലേ മാറ്റട്ടാ. ഡിസ്പ്ലേ ഇവിടുത്തെ ഡിസ്പ്ലേ നോക്കിയാ സ്ക്രീനിൽ വരും. അയ്യോ ബ്രില്യൻ. ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. അതെ 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 അതെ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ 5 പേര്, ആ 5 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് വിദേശികൾ. എനിക്ക് തോന്നുന്നു സീസൺ ആയോണ്ടായിരിക്കും. അതെ അതെ. നമ്മൾ നോക്കിയാൽ മതി, മുക്കിനും മൂലയിലും ഫോറിനേഴ്സ് ആണ്. വേറെ ആരും തന്നെ ഇല്ല. എവിടെ മാറ ആശാനും അവരെന്റെ ഫോട്ടോസ് ഒക്കെ ഇതുണ്ട്. ഇവിടുത്തെ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. അതിന്റെ മോൻ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഡോക്ടർ മാത്രം മലയാളി തനിമയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വേറെ ഒരാളെ പോലും നമ്മൾ മുണ്ടിൽ കണ്ടിട്ടില്ല. ഡോക്ടർ മാത്രം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിറകിട്ടടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകുന്ന പ്രാവുകൾ ഒരുപാടുണ്ട്. ഇതിന്റെ മിനാരങ്ങളിൽ ഒളിച്ചും പാത്തുമൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഇണപ്രാവുകൾ. ഇത് വല്ലാത്ത ഫീലാണ് ഗൈസ്. യു മസ്റ്റ് ഫീൽ ഇറ്റ്. എനിക്ക് തോന്നുന്നു ഒരുപാട് തമിഴ് സിനിമകളിൽ ലൊക്കേഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പല സോങ് സീക്വൻസിലും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. It is magnificent, man. It is മഹോന്നതം. വിജയനഗര എംപററിന്റെ വിജയനഗര എംപററിന്റെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും മഹോന്നതമായ ബിൽഡിംഗ് ആയിരിക്കും. അമ്പി ഒക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ്. It is speechless. നടന്ന് എവിടെ വരെ ആയെന്ന് നോക്കിക്കേ. ഏറ്റവും മൂന്ന് ഫ്രെയിം ഒക്കെ കണ്ടോ? ഡോക്ടർ പറഞ്ഞ പറവകൾ കണ്ട ഇണപ്രാവുകൾ, പറന്ന് പോകാൻ പറ്റുന്ന ഒരുപാട് മിനാരങ്ങൾ. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ മാം, ബ്യൂട്ടിഫുൾ. നമ്മൾ കാണാത്തതും കേൾക്കാത്തതും ഒക്കെ നമുക്ക് കെട്ടുകഥകൾ. മറ്റേ സാധനം നമ്മൾ പറഞ്ഞ സാധനം കേരളത്തിലെ പിള്ളേരുടെ ജാതി ടീംസ് ഇവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആരൊക്കെയോ ലവ് വെയിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വൃത്തികേടാണ്. ഈ വ്യൂ നോക്ക്. ഞാനത് കാണിച്ചു കൊടുത്തു. ആ ദ്വീപുകളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം എരച്ചു കയറുന്ന എത്ര മനോഹരമായൊരു ഫീലിംഗ്സ്. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക. പ്രകൃതി എത്ര മനോഹരമായിരിക്കുന്നു. ഗൈസ്, അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇനി ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. തലയിരിക്കുമ്പോ എന്തിനാ വാല്? ആ റൂഫിലോട്ടൊന്ന് കാണുകയെ ചെറാൻ. എനിക്ക് തോന്നുന്നത് ഓയിൽ പെയിന്റിങ്ങിന്റെ ഏറ്റവും മനോഹരമായ ചില വർണ്ണ വിസ്മയങ്ങളാണ് ആ റൂഫിൽ കാണുന്നത്. അതെ. പിന്നെ ഈ രാജാവിന്റെ ആണോ? അതെ അതെ, സിംഹാസനം. യെസ്. 400-500 വർഷം പിന്നോട്ട് നമുക്ക് പോകാം. നമ്മുടെ നായക്കർ രാജാക്കന്മാർ
അതിലെ രാജാവ് അവിടെ ഇരിക്കുന്നു. ഒരുപാട് മന്ത്രിമാരും പ്രജകളും ഇവിടെ അവരുടെ ആഹ്വാനങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ഹോളിവുഡ് സിനിമ എന്ന പോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ തോന്നും. വല്ലാത്തൊരു അനുഭൂതി എന്നൊക്കെ പറയാം. ഇതാണ് ഗായ്സ് ഇവിടുത്തെ ഒരു വ്യൂ. മോനെ, പിന്നെ ഇവിടെ ഫോറൈനേഴ്സിന് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന, ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പുള്ളിക്കാരനെ കാണാൻ സാധിക്കും. ഹായ്, ഇതാണ് രാജാവിൻ്റെ കസേര. സർക്കസ് കാണിക്കുന്ന പയ്യൻ ഗായ്സ്. ഇത് മദാമയായിട്ട്, ഇത് മലയാളീസിനുള്ള കേട്ടാ. ബീച്ചിൽ വരുമ്പം ഇങ്ങനെ ഒരു ഫോട്ടോ എടുപ്പൊക്കെ. രാജകീയം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഷെർദാൻ, ഇതിനെ ഗ്രീക്ക് കോളംസ് എന്നാണ് ആർക്കിടെക്ചറിൽ പറയാ. ഇത്രയും വലിയ പില്ലേഴ്സിന്. ഇത് ഇൻഡോ ഇറ്റാലിയൻ ആർക്കിടെക്ചർ മിക്സ്ചറിലാണ് പണിത് കഴിച്ചിരിക്കുന്നതാണ് ഹിസ്റ്ററി പറയുന്നത്. ഫാമിലീസൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അല്ലേ ഡോക്ടറെ? കപ്പിളായിട്ടോ ആരായിട്ടും വരാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മോൺസ്റ്റർ ആകും. ഒറ്റയ്ക്ക് വന്ന മോൺസ്റ്റർ. അതെ, നിങ്ങൾ നേരെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഒറ്റ മൈൻഡിൽ ഒറ്റയ്ക്ക് വരിക. അതെ, വെർത്താണേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട് ടൂറിസത്തിന്റെ ഒറ്റ പേജിൽ പോലും വലിയൊരു മാർക്കറ്റിംഗ് ഒന്നും ഈ പ്ലേസിന് എനിക്ക് കിട്ടിയിട്ടില്ല. അതെ അതെ അതെ, അത്രയും മാഗ്നിഫിസന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു കാഴ്ച ഇന്ത്യയിൽ വേറെ തന്നെ കാണുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അന്യ രാജ്യങ്ങളായ ഇറ്റലിയിലോ അല്ല ഗ്രീസിലോ എല്ലാം കാണണ്ട അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മുറികളൊന്നും ഇല്ല. അപ്പം ആ സൈഡിലുണ്ടാവണം, അങ്ങോട്ട് ഇങ്ങോട്ട്. അതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ലല്ലേ? അവിടെ ഒരു റൂമുണ്ട്. ഒരു മ്യൂസിയം പോലത്തെ ഒരു മ്യൂസിയം കണക്കൊരു ചെറിയ സെറ്റപ്പ് ഇതിൻ്റെ സൈഡിലുണ്ട്. പക്ഷെ അത് അന്ന് കണ്ടിട്ട് എനിക്ക് വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഏറ്റവും ഇമ്പ്രസീവായെന്ന് പറഞ്ഞത് ഈ ഒരു വ്യൂ ഒന്ന് എടുക്ക് മോനെ. അതിഗംഭീരം എന്നല്ലാതെ ഇത് വാക്കുകളില്ല. അതിഗംഭീരം. ആ മ്യൂസിയം കാണിക്കും. മ്യൂസിയം ഡോക്ടറിനെ എല്ലാരും നോക്കുന്നുണ്ട്. കാരണം ഡോക്ടർ മാത്രമേ ഇവിടെ മുണ്ടെടുത്ത് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മുണ്ടില്ലാണ്ടാ വന്നേക്കുന്നു. അതെ അതെ. ഇവിടത്തെ ഇത് പ്ലാൻ അല്ലേ? അതെ അതെ. ഇതാണ്. You're from? Italy. This is Italian architecture, according to Wikipedia. Your place does have this similar palaces like this? In Italy? In Italy, no, not so. Not big. Not so big, but many palaces. In Italy too. Yeah. But every town, every country is unique. Oh yeah. This is nowhere in the world like this. Oh, really? Some things in Italy, nowhere in the world. Yeah. I think this. So very
How did you how did you come about to know about this place? How did you come to know about this place? I don't know understand. Yeah. No, how did you came to know about this place? How I know this place? Yeah, yeah. By a guide, a book. Book is there. By a book. Oh, this book. Yes. I know. India Dalsyut. Oh, okay. Yeah, yeah. You know Italy? No, I don't know. Allora, it's a guide. There is all this place. Oh, It's interesting okay. because they talk about Mike. all this town. No, no, it's just about town. But about this palace. You see, yeah, the palace. Yeah, now see, I told you about Madurai. Madurai is there. Madurai. Now I go to Madurai, page 420. Yeah. Yeah. Madurai. So I see Madurai. Yeah. Madurai, Yeah. and I read Oh, something Madurai. about Madurai. Yes. Madurai is 1,200,000 people. Oh. Maybe. And story. No. What can we see Meenakshi in Amman Madurai? temple. Yeah, Temple. and so temple, Yeah. and then Padu Mandapa Temple Art Museum. It's already Tirumala Nakar Palace. Era Yes. here. Yeah. So I go here, and this is the palace. Yes. And here they talk about the Natagashala. Yeah. Natagashala. Sala delle danze. Maybe, Yeah, that's museum. yeah, museum. Museum. It's closed Yeah, now. but it's closed now. It's closed now. They here they write that there is a little collection of archaeological. Yeah, archaeological collection. It's under renovation, I think. Yeah. So I'm very happy to be here. Yeah. We are also from nearby state, but we are also very excited to see this. Next time. Yes. See you. Thank you. Where are you heading now? Julio. Now where are you heading next? Next, I don't know. Next time. Tomorrow. Tomorrow. Tomorrow I a little stop to Munnar. Munnar. We went before in Goa to Hampi, Oh. Missouri, Oh. and and then to Oti. Yeah, yesterday the Guwahati. Oti, yeah. And then Missouri, then we go to Kochi, Kochi. and then we come back. Oh. Yeah. All this South India. It's very, very nice. Happy journey. Have you good time? See you. Okay. Even Italians. ആ വന്ന രണ്ടുപേര് ഇറ്റാലിയൻസ് ആയിരുന്നു. അവർ പറയുന്നത് അവരിങ്ങനത്തെ ഒരു പാലസ് അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. ദേ ആർ ഗ്രേറ്റ് ടൂറിസ്റ്റ് ഓൾ ഓവർ വേൾഡ് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരിങ്ങനെ ലൈഫിൽ ഒരു സംഭവം കണ്ടിട്ടില്ലെന്ന് അവർ തന്നെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് എന്തുമാത്രം മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇവര് സ്റ്റാർട്ടിങ് നമ്മൾ കയറിയപ്പോ നമ്മളെക്കാളും നമ്മുടെ പുറകെ വരുന്നവരായിരുന്നു. ഇവര് ബുക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഇവരുടെ ക്ലിപ്പ് എടുത്ത് വെച്ച് എനിക്ക് മനസ്സിലായി ഇവര് ബുക്ക് നോക്കിയിട്ട് ഇവിടെ വരുന്നത്. അതാണ് ഈ ബുക്ക് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ എന്താ പറയാ. അപ്പൊ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യുമല്ലേ? ഓക്കെ. മധുരയിലെ മറ്റു വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. Yeah guys,